ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മളെ ഫാമിൽ നട്ടിട്ടുള്ള തായ്വാൻ പിങ്ക് പേരൻ്റെ അടുത്താണ്. നമ്മൾ ഈ തൈ നട്ടിട്ട് ഏകദേശം 4 മാസമായിട്ടോ. ഇതാ ഇഷ്ടം പോലെ പേരകളുണ്ട്. ഇതാ ഇതൊക്കെ കണ്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ തൈയാണ്. അപ്പം ഇങ്ങനെ വന്നാൽ ഇവിടെയൊക്കെ കാണാം തായ്വാൻ പിങ്ക് പൂവാന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ലേബലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോംഗ്രോണിൻ്റെ തൈ കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ആദ്യം കൊടുന്ന സമയത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞു പോയി. അതിന് ശേഷം പൂ ഉണ്ടായിട്ട് ഇതാ പിടിച്ച് കിട്ടിയ 2 പേരുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് ഇതാണ് കേട്ടോ ആദ്യം ഉണ്ടായത്. ഇതിന് ചെറിയ ആ മുരടിപ്പ് വന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ പേരയ്ക്ക് വരുന്ന രോഗമാണ്. ഇതുപോലൊരു ഡോട്ടുകൾ വരും. പക്ഷെ എന്നാലും കുറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കിന്ന് പറിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ തൈകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടതാ. ഇത് തൈ വെച്ച സമയത്ത് തന്നെ നമുക്കിതിന് ഇലമുരടിപ്പ് വന്നു കേട്ടോ. പിന്നെ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു. അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ച് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇഷ്ടംപോലെ പേരകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും നമുക്ക് തൈ മുകളിലോട്ട് നമുക്ക് ഹൈറ്റ് വെച്ച് പോകുന്നുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് പ്രൂൺ ചെയ്യില്ല, ചെറുതായിട്ട് തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം നല്ല രീതിയിൽ ഒന്ന് പ്രൂൺ ചെയ്തപ്പോഴാണ് പുതിയ തലപ്പൊക്കെ വന്നിട്ട് പിന്നെ ഇതിലൊക്കെ പേരകൾ ഉണ്ടായത് കേട്ടോ. നമ്മളിതാ ഇവിടെ കാണുന്ന ഈ ഒരു ലെവലിൽ നിർത്തണമായിരുന്നു. ഇത് കുറച്ച് പൊന്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടേ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഈ കൊമ്പിലും അങ്ങനെ കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. പുതിയ ഇതൊന്നും പൊട്ടി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ കട്ട് ചെയ്താൽ പുതിയത് ഇവിടുന്ന് അതുപോലെ അങ്ങനെ വന്നോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താലേ ചെടി നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ പരന്ന് കിട്ടുള്ളൂ. ഇത് പിന്നെ നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ചെയ്യാം കേട്ടോ. വലിയ ചട്ടിയിലും പിന്നെ ബാരലിലൊക്കെ മണ്ണ് നിറച്ചിട്ടൊക്കെ നമുക്ക് ഈ പേര ചെയ്യാം. അധികമൊന്നും വലുപ്പം വെക്കാത്തതുകൊണ്ട് അങ്ങനെ സെറ്റാക്കാം. നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇതവിടെ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇവിടെ കളം മുളക്കിയാക്കുമ്പോൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത് കറക്റ്റ് ഒരു കുഴി എടുത്ത് ഇവിടെ സെറ്റാക്കിയതാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ നമ്മളെ സ്വീറ്റമ്പായ ഉണ്ട്, അധികം ഹൈറ്റ് വെക്കാത്ത. തൊട്ടപ്പുറത്ത് മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ അതിനോട് ഇങ്ങനെ ചേർന്നിട്ട് ഇതൊരു ഷോയും കൂടെയാണ് നമ്മൾ ഇങ്ങനെ പേര ചെയ്യുന്നത്. നമുക്ക് കിലോ പേരയും നാടൻ പേരയൊക്കെ നമ്മുടെ ഫാമിലുണ്ട്. എന്നാലും ഇത് വരുമ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. ഒരു ഷോയും കൂടെ ആയിട്ടാണ് നമ്മൾ ഈ പേര ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യുക, 2 നല്ല കട്ട് ചെയ്തെടുക്കാം. ഈ പേരേ നമ്മുടെ കിലോ പേരയുടെ അത്ര വരില്ലെങ്കിലും അത്യാവശ്യം വലുപ്പം വെക്കും. ഇത് നമ്മളല്ല തുടക്കത്തിൽ നമ്മളെ ചെടിക്ക് ഇലമുരടിപ്പും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടും പിന്നെ വെള്ളീച്ചയുടെ ശല്യം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ച് ചെറുതായത്. അല്ലെങ്കിൽ നമുക്കൊരു 400 ഗ്രാം വരെയൊക്കെ തൂക്കം വരും. ഇതിന് നെട്ടോടെ അത്യാവശ്യം ഈ നിറത്തിലായാലും നമ്മുടെ പേരൊക്കെ മൂത്താലൊക്കെ ഈ നിറല്ലേ വരിക. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. നമുക്ക് മുറിച്ച് നോക്കാം. എന്തായാലും ഇതെവിടെയൊക്കെ ഉണ്ടോ ഈ ഒരു പ്രശ്നം ആദ്യം തുടക്കത്തിൽ വന്നാൽ പിന്നീട് ആ പ്രശ്നം പോയിട്ട്, അതുകൊണ്ടാണ് ഇതിന് ആ കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതും കൂടെ അങ്ങോട്ടേ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു ഓൾ സീസൺ പേരാണ്. അതുകൊണ്ട് ഒരു വട്ടം നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്കും വിളവെടുക്കൽ പറിച്ച് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ അടുത്തതാവുന്നുണ്ട്. ഇതിനും ചെറുത് വരുന്നുണ്ട്. അവിടെയൊക്കെ ചെറുതൊക്കെ കാണാം. അപ്പം അങ്ങനെ ഫുൾ ടൈം ആയിട്ട് നല്ല നനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ എപ്പോഴും ഇതിൽ പേര ഉണ്ടായി കിട്ടും. അടിപൊളി പേരകൾ. നല്ലൊരു സമയത്താണ് നമുക്ക് ഇതുപോലത്തെ പേരയൊക്കെ കിട്ടിയത് കേട്ടോ. നോമ്പിനാണ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കുന്നത് നല്ലത്. നമ്മുടെ ഫാമിലൊക്കെ ഉണ്ടായ നല്ല അടിപൊളി ഫ്രൂട്ട് നമുക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതും. ഇന്നലെ നമ്മൾ സപ്പോർട്ട് പറിക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തു. അപ്പോൾ സപ്പോർട്ട് ഉണ്ട്. ഇന്ന് നമുക്ക് പേരയാക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് എല്ലാം മുറിച്ച് വെക്കാം. തായ്വാൻ പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ നിറം എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കണ്ട. എന്തായാലും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്ന് മുറിച്ച് വെക്കാം അല്ലേ. അത്യാവശ്യം മൂപ്പായിട്ടുണ്ട് അല്ല, അങ്ങനെ പെട്ടെന്ന് മൂപ്പായിട്ടുണ്ട്. കുരുവൊക്കെ ചെറിയൊരു ലൈറ്റ് പിങ്ക് ഉള്ളൂ അല്ലേ, വലിയ പിങ്ക് ഒന്നല്ല, ലൈറ്റ് പിങ്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ചെറിയൊരു കേട് കാര്യങ്ങളുള്ളത് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. മറ്റേ നമുക്ക് എന്തായാലും പിന്നെ കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്ത് ഇതാക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ. ടേസ്റ്റ് എന്താന്ന് നമുക്ക് നോമ്പ് തുറന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബിയമോൾ ഉണ്ട്. ബിയമോൾക്ക് പല്ലുവേനായതുകൊണ്ട് ഓൾക്ക് ഇത് കൊടുക്കാൻ കുറച്ച് ഉറപ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പറ്റുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള തായ്വാൻ പിങ്ക് പേരൊക്കെ വെച്ച് കൊടുക്കുക. ഒന്ന് ഷോയാണ് നമ്മൾ ആവശ്യത്തിന് എന്താ ചെയ്യുക, ഡെയിലി ഒരു പേര അയക്കുന്നത് അത്രയും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പേരത്തായി നട്ടാൽ മതി. ഇങ്ങനെ ഡെയിലി നമുക്ക് എന്ത് ചെയ്യുക, സെറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ പേര പറിച്ചെടുക്കാം.